മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും അന്വേഷിച്ച് നടന്ന് അവരെ സമൂഹമധ്യത്തിൽ വഷളാക്കുന്ന തരം താഴ്ന്ന സ്വഭാവത്തിൽ നിന്നും നമുക്ക് വിട്ടുനിൽക്കാം. പലപ്പോഴും നാം മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും അന്വേഷിക്കുന്നതിലും അതിൽ വ്യാപൃതരാകുന്നതിലും നാം ഊർജം കണ്ടെത്തുന്നവരാണ്, ആവേശം കാണിക്കുന്നവരാണ്. നമ്മുടെ തെറ്റുകൾ പലപ്പോഴും നാം മറന്നു പോവുകയാണ്. പ്രിയരെ, അത് വലിയ പരാജയത്തിൻ്റെ ലക്ഷണമാണ്. മറ്റുള്ളവരുടെ കുറവുകളേക്കാൾ എത്രയോ കുറവുകൾ നമ്മളുടെ നിത്യജീവിതത്തിലുണ്ടാകും. നമ്മളുടെ മക്കളിലുണ്ടാകും, നമ്മുടെ ഭാര്യമാരിലുണ്ടാകും, മാതാപിതാക്കളിലുണ്ടാകും, സഹോദരങ്ങളിലുണ്ടാകും. എന്നാലും നാം ആ കുറവുകളെല്ലാം ഒളിച്ചു വച്ചുകൊണ്ട് മനഃപൂർവ്വം മറ്റുള്ളവരുടെ കുറ്റങ്ങളിലും കുറവുകളിലും അവരുടെ മുറിവുകളിൽ ചെന്ന് പതിക്കുന്ന ഈച്ചകളെപ്പോലെ നാം അവരുടെ കുറവുകൾ അന്വേഷിച്ച് അവരുടെ പിന്നാലെ നടക്കുകയാണ്. ഇവിടെ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിലപ്പെട്ട ഒരു ഹദീസ് നാം മറക്കരുത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ അയ്യറ അഖാഹു ബിദംബിൻ ലം യമുത്ത് ഹത്താ യഅമലഹു. ഒരാൾ തൻ്റെ സഹോദരനെ ഒരു തെറ്റിൻ്റെ മേൽ ആക്ഷേപിച്ചു. അവൻ തൗബ ചെയ്തതാണ്. അഹ്മദ് റളിയല്ലാഹു അൻഹു അതിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, മിൻ ദംബിൻ ഖത്താബ മിൻഹു. അവൻ ചെയ്തൊരു തെറ്റിൻ്റെ മേൽ അവൻ ആക്ഷേപിക്കുകയാണ്. ഒരാളൊരു തെറ്റ് ചെയ്തു, പരിശുദ്ധ റമളാനെത്തി. ആ തെറ്റിൻ്റെ മേൽ ഖേദിച്ചവൻ റമളാനിലെല്ലാം നിസ്കാരവും ഇബാദത്തും തൗബയുമായി കൂടി. എന്നാൽ ഈ തെറ്റ് ചെയ്തതിനെക്കുറിച്ച് വിവരമുള്ള മറ്റൊരു വ്യക്തി അതിനെക്കുറിച്ച് ആക്ഷേപം പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനെക്കുറിച്ച് വളരെ മോശമായ രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ ഇദ്ദേഹത്തെ താറടിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അവന് അതിൻ്റെ പര്യവസാനം ഉണ്ടാവുക ആ തെറ്റ് ചെയ്യാതെ അവൻ മരിക്കുകയില്ല എന്നുള്ളതാണ്. ഒരു വ്യക്തി കള്ളുകുടിച്ചു. ആ കള്ളുകുടിച്ചതിനെക്കുറിച്ച് മറ്റുള്ളവരോട് ആക്ഷേപം പറഞ്ഞു നടന്നു. എന്നാൽ ഈ വ്യക്തി അതിൽ നിന്ന് തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഒരു വ്യക്തി വ്യഭിചരിച്ചിട്ടുണ്ട്, പലിശയുമായി ബന്ധപ്പെട്ടു പോയിട്ടുണ്ട്, അറിവില്ലാത്ത കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വേണ്ടത്ര സൂക്ഷ്മതയില്ലാത്ത കാലഘട്ടത്തിൽ അങ്ങനെ ഒരു തെറ്റിലേക്ക് പോയിട്ടുണ്ട്. ആ തെറ്റ് മറ്റുള്ളവരോട് ഇദ്ദേഹം തൗബ ചെയ്തതിന് ശേഷവും പറഞ്ഞു നടന്നാൽ തീർച്ചയായിട്ടും ആ ഗൗരവമേറിയ തെറ്റ് ചെയ്യാതെ ഈ പറഞ്ഞു നടന്ന വ്യക്തി മരിക്കുകയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും അന്വേഷിച്ച് നടക്കുന്നതിൽ നിന്നും മാറി നിൽക്കാം. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഓരോ ദിവസവും വിലപ്പെട്ട വിജ്ഞാന നുറുങ്ങുകൾ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തുകയും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ ഇതിനോടൊപ്പം രേഖപ്പെടുത്തുകയും വേണമെന്ന് വിനയത്തോടെ ഉണർത്തുന്നു.